dear students, today we will discuss about C programming lab, especially for microbiology students. ഇന്നത്തെ program എന്ന് പറയുന്നത് write a program to count the number of numerals, uppercase letters, lowercase letters and special symbols in a given string. So നമ്മൾ ഒരു string entry അതിൽ എത്ര numbers letters ഉണ്ടെന്ന് പ്രസന്റ് ചെയ്യാം. uppercase letters എത്ര ഉണ്ട്, അതുപോലെ ലോവർ കേസ് ലെറ്റേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വല്ലതും ഉണ്ടോ, ഇതിന്റെ ഒക്കെ കൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കിട്ടണം. സോ എങ്ങനെ പ്രോഗ്രാം ചെയ്ത സോഫ്റ്റ്വെയർ വെച്ച് റൺ ചെയ്യാം? ടെർബോ സി അല്ലേ. ഓക്കെ, ഇവിടെ ടെർബോ സി പ്ലസ് പ്ലസ് എന്ന സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ടെർബോ സി പ്ലസ് പ്ലസ്. ഓക്കെ, പ്രോഗ്രാം നോക്കിയേ. ഹാഷ് ഇൻക്ലൂഡ് stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ അല്ലെ. ഇൻക്ലൂഡ് stdlib ലൈബ്രറി ഫംഗ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ലൈബ്രറി ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഹാഷ് ഇൻക്ലൂഡ് കൊടുത്ത് ഇൻട്രൊഡ്യൂസ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമിൽ ആവശ്യമായ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാഷ് ഇൻക്ലൂഡ് കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. സ്ട്രിംഗ് ഉണ്ടെങ്കിൽ സ്ട്രിംഗ് ഡോട്ട് എച്ച് കൊടുക്കും, കൊണിഗോ ഡോട്ട് എച്ച് പല ടൈപ്പ് ഉണ്ട്. നോക്കാം, സി ടൈപ്പ് കൊടുക്കാറുണ്ട്. ദെൻ ഇൻഡ് മെയിൻ അല്ലെ. ഒരു ഫംഗ്ഷൻ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൽ നിന്നാണ്. മെയിൻ എന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുള്ളൂ. കാരണം പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. മെയിൻ നിർബന്ധമാണ് ഒരു പ്രോഗ്രാം, സി പ്രോഗ്രാം. ഓക്കെ, ഒരു ക്യാരക്ടർ അറേ കൊടുത്തിട്ടുണ്ട്. char str 100. ഈ ഒരു അറേയിൽ 100 സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്, 0 to 99. ഓക്കെ, ദെൻ ഇൻഡ് ഐ എന്നാണ് ഒരു വേരിയബിൾ, ലോക്കൽ വേരിയബിൾ. അതുപോലെ അപ്പർ ലിമിറ്റ്, അപ്പർ എന്ന് പറഞ്ഞൊരു കണ്ടന്റ്, അപ്പർ കേസ് ലെറ്റേഴ്സിന്റെ കൗണ്ട് നമുക്ക് കാണണം വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് അപ്പർ എന്നുള്ളത് ഒരു വേരിയബിൾ കൊടുക്കുന്നത്, അപ്പർ 0. ലോവർ ലെറ്റേഴ്സിന്റെ കൗണ്ട് കാണണം, അതിന് ലോവർ ഈക്വൽ 0. നമ്പർ ന്യൂമറൽസ് കാണണം അല്ലെ, ന്യൂമറിക് വാല്യൂസ് ഡിജിറ്റുകൾ കാണും. ആ ഡിജിറ്റുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. സ്പെഷ്യൽ ഇസ് ഈക്വൽ ടു 0. സോ ഇത്രയും ലോക്കൽ വേരിയബിൾസ് ആണ്. ശേഷം ക്ലിയർ സ്ക്രീൻ ക്ലിയർ ചെയ്തതിനു ശേഷം എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം. പ്രിന്റ് പ്ലീസ് എൻ്റർ ദ സ്ട്രിംഗ്, എൻ്റർ ദ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗ് എൻ്റർ ചെയ്യാൻ പറയും. ആ സ്ട്രിംഗിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം, നമ്പർ ഉണ്ടായിരിക്കാം, സ്പെഷ്യൽ സിംബൽസ് ഉണ്ടായിരിക്കാം, അതുപോലെ ലോവർ കേസ് ലെറ്റേഴ്സ്, അപ്പർ കേസ് ലെറ്റേഴ്സ് ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രിംഗ് എൻ്റർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സ്ട്രിംഗ് റീഡ് ചെയ്ത് ഗെറ്റസ് വെച്ച് റീഡ് ചെയ്തു. 100 ക്യാരക്ടേഴ്സ് ആണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഗെറ്റസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്, സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിംഗ് ഡോട്ട് എച്ച് കൊടുക്കാം. കാരണം എല്ലാ കമ്പൈലറും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും. ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഈ ഒരു കമ്പൈലറിൽ സ്ട്രിംഗ് ഡോട്ട് എച്ച് ഓട്ടോമാറ്റിക്കലി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബൈ ഡിഫോൾട്ട് നമുക്ക് ചെയ്യാനെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിംഗ് ഡോട്ട് എച്ച് കൊടുക്കാം. സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രിംഗ് ഡോട്ട് എച്ച് കൊടുക്കാം. ക്ലിയർ. ദെൻ പ്രോഗ്രാം ഫോർ ലൂപ്പ്, ഫോർ ഐ ഈസ് ഈക്വൽ ടു 0. ഐ അതായത് str i നോട്ട് ഈക്വൽ ടു /0. ഇത് മുമ്പത്തെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു, അറേ യൂസ് ചെയ്യുമ്പോൾ അറേയിലെ ഡാറ്റ റീഡ് ചെയ്യാനുള്ള ഫോർ ലൂപ്പിലെ മെത്തേഡാണ് ഈ പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ 0, അതിന്റെ വേരിയബിൾ ആണ്. 0 ആണ് ഇൻഡെക്സ് ആണ്. അറേയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വാല്യൂ ഇൻഡെക്സ് 0 ആണല്ലോ. അപ്പൊ 0-ലായിരിക്കും ഫസ്റ്റത്തെ വാല്യൂ ഉണ്ടായിരിക്കുക, ഫസ്റ്റ് ക്യാരക്ടർ ഉണ്ടായിരിക്കുക. ആ സ്ട്രിങ്ങിലെ ഫസ്റ്റ് ക്യാരക്ടർ അവിടെ ഉണ്ടാവും. ഈ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. സോ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 ആണ്. ദെൻ അറേയുടെ ലാസ്റ്റ് എലിമെന്റ് കഴിഞ്ഞ് ലാസ്റ്റ് അറേ കംപ്ലീറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നൾ ക്യാരക്ടർ /0. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വാല്യൂ /0 വെച്ച് റെഡി ചെയ്യും. ദെൻ ഐ പ്ലസ് പ്ലസ് ഓരോ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഓരോ 1 by 1 ആയിട്ട് ഓരോ അറേയിലെ ഓരോ വാല്യൂസ് നമ്മൾ ഇതുപോലെ റീഡ് ചെയ്ത് കിട്ടും. ക്ലിയർ. ചെക്ക് ഫോർ അപ്പർ കേസിന്റെ ലെറ്റേഴ്സ് ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, if str i greater than or is equal to a, capital letter a. അതുപോലെ str i less than or equal to capital ലെറ്ററിൽ അപ്പർ കേസിൽ z. അപ്പൊ ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഫസ്റ്റത്തെ എൻ്റർ ചെയ്യുന്ന വാല്യൂ, കാരണം അറേയുടെ ഇൻഡെക്സ് 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇൻഡെക്സിൽ, അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് നമുക്കറിയാം, സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് അറിയാം, 0 എന്ന് അറിയാം. അപ്പോൾ 0 ഇൻഡെക്സിൽ വാല്യൂ ഫസ്റ്റ് ലെറ്റർ എ ആണോ ചെക്ക് ചെയ്യുക. സപ്പോസ് അവിടെ പി ആണ് വിചാരിക്കുക, പി ലെറ്റർ ഫസ്റ്റത്തെ വാല്യൂ പി. അപ്പൊ പി ക്യാപിറ്റൽ ലെറ്റർ എ ആണോ ചെക്ക് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ലെറ്ററിൽ ടി കൊടുക്കാം, ക്യാപിറ്റൽ ടി. അപ്പോൾ എ ആണോ ചെക്ക് ചെയ്യുക, അല്ല. അടുത്ത കേസ് എക്സിക്യൂട്ട് ചെയ്യും, ബി ആണോ ചെക്ക് ചെയ്യും, സി ആണോ ചെക്ക് ചെയ്യും, ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഇത് ലെറ്റേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുന്ന കണ്ടന്റ് ആണ് ഇവിടെ. ഈ ഫസ്റ്റ് ലെറ്റർ എയുടെയും അതുപോലെ സെഡിന്റെയും ഇടയിലുള്ള ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ആണെങ്കിൽ അപ്പർ ഈസ് ഈക്വൽ ടു 1. അപ്പറുടെ വാല്യൂ ആദ്യം എന്തായിരുന്നു, അപ്പറുടെ വാല്യൂ ഫസ്റ്റ് 0 ആയിരുന്നു അല്ലെ, ഫസ്റ്റ് വാല്യൂ 0 ആയിരുന്നു.
അതുപോലെ ലോവർ കേസിന് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ, ലോവർ കേസ് മനസ്സിലാക്കാൻ എല്ലിന്റെ വാല്യൂ അതും 0 ആയിരുന്നു ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പിന്നെ സ്പെഷ്യൽ സിംബൽസ് ഉണ്ടായിരുന്നു അല്ലെ, നമ്പർ ന്യൂമറിക്കൽ വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും 0 ആയിരുന്നു. എല്ലാം 0 ആക്കി മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 0 സ്പെഷ്യൽ സിംബൽസ് അല്ലെ, അതും 0 ആണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ ഓൾറെഡി 0 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ സിംബൽസ് അതും 0 ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അപ്പർ കേസ് ലെറ്റേഴ്സ് ഫസ്റ്റിലെ ലെറ്റർ അപ്പർ കേസ് ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ആണോ, ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 1 സെറ്റ് ചെയ്ത് യു ഈക്വൽ ടു 1. ഇനി അതല്ലെങ്കിലോ ഈ അപ്പർ കേസ് ഒരു പക്ഷെ നമ്പർ ആവാം, അല്ലെങ്കിൽ സ്ട്രിങ് ആയിരിക്കാം, ഒരു സ്പെഷ്യൽ സിംബൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പേസ് ആയിരിക്കാം. അപ്പൊ ഏതെങ്കിലും സ്പെഷ്യൽ ലെറ്റേഴ്സ് ആണെങ്കിൽ അവന് പഴയ പോലെ തന്നെ ഇത് 0 ആയിരിക്കും. നെക്സ്റ്റ് കേസ് ചെക്ക് ചെയ്ത് നോക്കും, ലോവർ കേസ് ആണോ ചെക്ക് ചെയ്യും. ഇനി ലോവർ കേസ് ആയിരുന്നെങ്കിലോ എൽ ഇസ് ഈക്വൽ ടു 1 ഇൻക്രിമെന്റ് ചെയ്യും. അത് ഈസ് ലോവർ എന്നുള്ളത് ഇൻക്രിമെന്റ് ചെയ്ത് അവിടെ എന്താണ് 0 മാറ്റി അവിടെ 1 ആവും. ഈ അറേയുടെ ഫസ്റ്റ് എലമെന്റ് അപ്പർ കേസും അല്ല ലോവർ കേസും എല്ലാം വിചാരിക്കാം. മൂന്നാമത്തെ കേസ് പറയുന്നത് എൽസിഫ് എന്താ ചെക്ക് ചെയ്യണത്, നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നത്, നമ്പർ ഡിജിറ്റുകൾ ഏതെങ്കിലും നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നത്. ഈ നമ്പർ ആയിരുന്നെങ്കിലോ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ 1 സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം ഫസ്റ്റ് കേസാണ് പറഞ്ഞത്, നമ്പർ ആണെങ്കിൽ 1 സെറ്റ് ചെയ്തു. ഈ നമ്പറും അല്ലാന്നെങ്കിലോ താഴെ നോക്കി എൽസ് പറഞ്ഞു, പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമത്തെ ഏതാ, സ്പെഷ്യൽ സിമ്പിൾ ആയിരിക്കും ഉറപ്പാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും സ്പെഷ്യൽ സിമ്പിളിന്റെ അവിടെ 1 സെറ്റ് ചെയ്ത്. ഓക്കെ അല്ലെ. ഇപ്പോ ഫസ്റ്റ് ഈ അറേയുടെ വാല്യൂ എന്താ നമുക്കറിയാം, ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിന്റെ ഫസ്റ്റത്തെ ലെറ്റർ ആണ് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് ലെറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഒന്നെങ്കിൽ അപ്പർ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ ലോവർ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ സ്പെഷ്യൽ സിംബൽസ് ആയിരിക്കാം. അപ്പൊ ഫസ്റ്റത്തെ ലെറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് കൗണ്ട് ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് ലെറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരിക്കാം, ആ സ്ട്രിങ് സെക്കൻഡ് ക്യാരക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അപ്പർ കേസ് ആയിരിക്കാം, അപ്പൊ ഇത് കൗണ്ട് ചെയ്യും. ഇനി അതല്ലെങ്കിൽ ലോവർ കേസ് ആണ്, ഇത് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. തേർഡ് ആകുമ്പോൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അങ്ങനെ എല്ലാ കണ്ടന്റും ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ അല്ലേ. സോ ആ സ്ട്രിങ് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തു. സ്ട്രിങ് സപ്പോസ് 50 ക്യാരക്ടേഴ്സിലെ സ്ട്രിങ് ആണെങ്കിൽ 50 തവണ ഈ ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, 50 ടൈംസ്. അത് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഓരോന്നിലും അതിൻ്റെതായ അപ്പർ ഈക്വൽ ടു എത്രയുണ്ട്, ലോവർ ഈക്വൽ ടു കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പർ കേസ് ലെറ്റേഴ്സ് അപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഉണ്ടാവും. ഇവിടെ അപ്പർ ഇതിങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോയിണ്ടാവും. ലോവർ എന്നുള്ളത് ലോവർ ലിങ്ക് ആയിരിക്കും. അതുപോലെ നം എന്നുള്ളത് നമ്പറിൽ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ എന്ന് പറഞ്ഞ കണ്ടന്റ് ഇവിടെ സ്പെഷ്യൽ എന്ന വേരിയബിൾ ഉണ്ടായിരിക്കും. റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ, ഞാനിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഐ ആം ദ ആൻഡ് 3 MA ക്യാപിറ്റലാണ് ഡോളർ സിമ്പിൾ. നമുക്ക് ഒന്ന് എൻട്രി പ്രസ് ചെയ്ത് നോക്കാം. അപ്പർ കേസ് ലെറ്റേഴ്സ് 3 ആണ്. 3 ലെറ്റേഴ്സ് ആണോ, ക്യാപിറ്റൽ എ, ഐ ആം എന്നുള്ളിടത്ത് എ ക്യാപിറ്റലാണ്, എച്ച് ക്യാപിറ്റലാണ്, പിന്നെ MA അവിടെ എ ക്യാപിറ്റലാണ്. അപ്പോൾ 3 അപ്പർ കേസ് ലെറ്റേഴ്സ് ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ലോവർ കേസ് ലെറ്റേഴ്സ് 5 ആണ്. I M T E M 5 ലെറ്റേഴ്സ്. ഓക്കെ, നമ്പർ 3 എന്ന നമ്പർ മാത്രമേ ഉള്ളൂ, 1 നമ്പർ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് 6 കൊടുത്തിട്ടുണ്ട്, 6 ക്യാരക്ടേഴ്സ്. ഓക്കെ, ഐ കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, ആം കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, അതുപോലെ ദ കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, അവിടെ 3 കഴിഞ്ഞ് സ്പേസ് ഉണ്ട്. അപ്പൊ 4 ആയി. പിന്നെ ഒരു ആൻഡ് സിമ്പിളും ഒരു ഡോളർ സിമ്പിളും. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് 6. ഓക്കെ, നമുക്ക് വേറെ ഒന്നുകൂടെ നോക്കാം. ഞാനിവിടെ വേറൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോണേ. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഗുഡ് പെർസെൻറ്റേജ് ബ്രാക്കറ്റ് EVE 5 സ്പേസ് NIG 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പർ കേസ് ലെറ്റേഴ്സ് 1, ഒരു അപ്പർ കേസ് ഉള്ളൂ. ഓക്കെ, ഗുഡിൽ O എന്നുണ്ട്, O ഒരു അപ്പർ കേസ് മാത്രമേ ഉള്ളൂ. ലോവർ കേസ് ലെറ്റേഴ്സ് 9 ഏതൊക്കെയാ, GODEVENIG 9 കറക്റ്റാ. നമ്പേഴ്സ് 2 നമ്പേഴ്സ് ഉള്ളൂ, 5 ഉം 2. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് 6 ഉണ്ട്, അതായത് പെർസെൻറ്റേജിന്റെ രണ്ട് സൈഡിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 കഴിഞ്ഞ് സ്പേസ് ഉണ്ട്. അപ്പൊ 2 സ്പേസ് കിട്ടിയില്ല, 4 സ്പേസ്, 3 സ്പേസ് ഉണ്ട് അവൈലബിൾ. പിന്നെ പെർസെൻറ്റേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതുപോലെ ക്ലോസ് ചെയ്തും ചെയ്തു അല്ലെ. അപ്പൊ 6 സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ. സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.